ഇതുപോലുള്ള മൂവീസ് ഇറങ്ങുന്ന സമയത്ത് മാത്രം ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്യുന്നത് മൂവി പ്രൊമോഷനാണോ, ഇത് സിനിമയ്ക്കുള്ള പ്രൊമോഷനാണോ? എനിക്ക് അങ്ങനെയും കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രം കാണേണ്ട വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് കണ്ടു. അപ്പോൾ ഇത് ഇൻഡയറക്ട്ലി അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നു. ജെബിക്ക് ഒരു പ്രൊമോഷനായി, ഇത്രയധികം ആൾക്കാർ കണ്ടു. അതിൽ ഒരുപാട് പേര് ഈ ഐഡിയോളജി ഉള്ളവരുണ്ടായിരിക്കാം, അവർ കയറി ഫോളോ ചെയ്യുന്നു. ദിസ് വിൽ മേക്ക് ഹിം ഡു മോർ കോണ്ടന്റ്സ് വിച്ച് ഇസ് ഗുഡ് ഫോർ ഹിം അല്ലേ. അത് കണക്റ്റഡ് ആയിട്ട് വേറെ കോണ്ടന്റ് വരുന്നു, ഇനി അതിന് കൂടുതൽ ഡിസ്കഷൻ വരും. അപ്പോൾ ഇൻഡയറക്ട്ലി ഇത് മൂവിക്കൊരു പ്രൊമോഷനാണ്, ജയ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്കാണ് പ്രൊമോഷനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ അതല്ല, നമ്മൾ സാധാരണക്കാരനെ പോലെ ചിന്തിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സമാധാനമൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ട് മറുപടിയൊക്കെ കൊടുത്ത ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ മിണ്ടാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് വെച്ചാൽ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. ചില സമയത്തുണ്ടല്ലോ നമുക്കിങ്ങനെ മുണ്ടായിരിക്കുമ്പോൾ അവന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ അങ്ങനെയാണ്, നേരിട്ട് കിട്ടിയ രണ്ടെണ്ണം കൊടുക്കാനും മടി കാണിക്കില്ല. ഓക്കെ, അത് ജെബിനെ നേരിട്ട് കിട്ടിയാൽ രണ്ടെണ്ണം കൊടുക്കാൻ മടി കാണിക്കില്ല. നമസ്കാരം, ശ്രീജിത്താണ്. ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്ക് ഉണ്ണി മുകുന്ദനാണ് കേട്ടോ. ഉണ്ണി മുകുന്ദന്റെ 1 മണിക്കൂർ മുന്നേ ഉണ്ണി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഉണ്ണിയുടെ ഏറ്റവും പുതിയ മൂവി റിലീസ് ചെയ്യാണ് April 11th തോന്നുന്നു, ജയ ഗണേഷ്. ഓക്കെ, ജയ ഗണേഷ് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു യൂട്യൂബർ, അതായത് JBI TV എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന JB പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോന്റെ കോണ്ടന്റ്, ആ വീഡിയോയിൽ ജയ ഗണേഷിന്റെ ചെറിയൊരു പോർഷനും കൂടി JB പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആ വീഡിയോന്റെ ലിങ്കും അതിന്റെ കൂടെ ചെറിയൊരു റൈറ്റപ്പുമാണ് ഉണ്ണി ഇതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഉണ്ണി മുകുന്ദന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാളികപ്പുറത്തിന് മുന്നേ മുതൽ ബാല ഇഷ്യൂ, പിന്നെ മേപ്പടിയാൻ, ഇതുപോലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഉണ്ണിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു ചായ്വ് എന്തായിരിക്കും എന്നുള്ള എൻ്റെ വ്യൂവേഴ്സിന് അറിയാത്തവർക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബേസിക്കലി ഉണ്ണിയുടെ ഒരു വെൽവിഷറാണ്, മൂവിയിലുള്ള ഉണ്ണിയുടെ ഒരു വെൽവിഷറാണ്. ആളുടെ പേഴ്സണൽ ലൈഫോ ആളുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളോ ബാക്കി ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഉണ്ണി എന്നുള്ളൊരു നടൻ പ്ലസ് ദി ഇംപ്രഷൻ ദാറ്റ് ഹി ഹസ് ഗിവൺ അബൌട്ട് ഹിംസെൽഫ് ഇൻ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മീഡിയത്തിലൂടെയും പുള്ളിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആ ഒരു ഇംപ്രഷൻസ് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ അയാളുടെ പൊളിറ്റിക്കൽ ചായ്വിനോട് യോജിപ്പുണ്ടോ, വേണമെങ്കിൽ യോജിക്കാം, യോജിക്കാതിരിക്കാം, അതൊന്നും നമ്മളെ ടോപ്പിക്കേ അല്ല. അയാൾ എന്ത് രാഷ്ട്രീയം വേണമെങ്കിൽ പിന്തുടർന്നോട്ടെ, അയാൾ പേഴ്സണൽ ലൈഫിൽ എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. പ്രത്യേകിച്ച് പുള്ളി ചെയ്ത മൂവീസൊക്കെ എനിക്ക് ഒരുവിധം എല്ലാ മൂവീസും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണീനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, നമുക്ക് സന്തോഷം തരുന്നൊരു സംഗതിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഉണ്ണിക്ക് എല്ലാവിധ ബെസ്റ്റ് വിഷസ് നേരുന്നൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ, പേഴ്സണലി ഓൾസോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ്, പക്ഷേ ചില സമയത്ത് നമ്മൾ വിമർശിക്കേണ്ട സിറ്റുവേഷൻ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഉണ്ണി ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഉണ്ണിയുടെ മൂവി ജയ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി April 11 ഇറങ്ങുന്നതിനെ കുറിച്ച് JB ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഓക്കെ, JBI TV JB ചെയ്ത വീഡിയോ. ഞാൻ ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ തരാം. ഓക്കെ, എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത് അറിയാത്തവർക്കായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇഷ്യൂ അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. സംഭവം ഒന്നുമില്ല, JBയുടെ ഒരു വീഡിയോ ഉണ്ട്. JB ആ തംബ്നെയിലിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത്, എവിടെ പോയി ഒരു സെക്കൻഡ്, വീഡിയോ ചെയ്ത സമയത്ത് എന്തുവാടേ ഇക്കൊല്ലം ഗണപതിയാണോ എന്ന് പറഞ്ഞിട്ട് JB ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ തംബ്നെയിൽ അതാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ JB 2 കാര്യങ്ങളാണ് പറയുന്നത്. JB ഈ ഒരു കംപ്ലീറ്റ് വീഡിയോനെ കൊണ്ടുപോയിരിക്കുന്നത് JBയും JBയുടെ സംഖ്യയായിട്ടുള്ള ഒരു ഫ്രണ്ടും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലായിട്ട് ഒരു ചായക്കടയിൽ പോയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ നടക്കുന്നൊരു സംവാദം, ആ സംവാദത്തിലേക്ക് ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്കൂളിൽ ഗണപതി ഹോമം നടന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതും അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി പിന്നെ JB പറയുന്നു. ഓക്കെ, പ്ലസ് അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള കണ്ടീഷനിൽ
ഈ ഒരു ജയ് ഗണേഷിന്റെ ടീസറിനെ കുറിച്ചും JB പറയുന്നു. അസ്യൂമിങ് ദാറ്റ് ഓൾ ദീസ് തിങ്സ് ഹാവ് ഹാപ്പൻ ടു ഹിം ഇൻ റിയൽ ലൈഫ്. പുള്ളിക്കത് JBക്ക് റിയൽ ലൈഫിൽ സംഭവിച്ചു എന്നുള്ള കണ്ടീഷൻ തന്നെ. കാരണം അങ്ങനെ ഒരു എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്, അങ്ങനെ ഒരു ഇത് പറയുന്ന ആളല്ല. പുള്ളി അത് നല്ല രീതിയിൽ വീഡിയോ അവതരിപ്പിച്ച് പോകുമ്പോൾ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഓക്കെ, അഭിപ്രായമുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റർ, വാട്ട് എവർ ബി ഹിസ് ഒപ്പീനിയൻ, പക്ഷെ നല്ലൊരു അഭിപ്രായമുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഓക്കെ, അപ്പോൾ ആളിതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ജയ് ഗണേഷ് ടീസറിനെയും ഈ ഒരു സംഗതിനെയും കണക്ട് ചെയ്ത് പുള്ളി പറഞ്ഞു അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അയാളുടെ ഔട്ട്ലുക്കിൽ, അതായത് ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയം പ്ലസ് ആ നടന്നിട്ടുള്ള പൂജ പ്ലസ് ജയ് ഗണേഷ് എന്ന മൂവിയിലുള്ള ഗണേഷ്, പിന്നെ ഭഗവാൻ ഗണപതിയുടെ അടുത്ത് നിന്ന് സൂപ്പർ പവേഴ്സ് കിട്ടുന്നു എന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ, പ്ലസ് മിന്നൽ മുരളിക്ക് ഇടിമിന്നലേറ്റിട്ട് സൂപ്പർ പവർ കിട്ടിയിട്ടുള്ളതിൻ്റെ ലോജിക്കുകളൊക്കെ ചോദ്യം ചെയ്ത് അങ്ങനത്തെ ഒരു സംഗതിയാണ് പുള്ളി അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് അഗെയിൻ ഉണ്ണി മുകുന്ദനെ ചൊടിപ്പിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊന്നും അഭിപ്രായം പറയാൻ നമ്മൾ ആരും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടും യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടും അഭിപ്രായം പറയാൻ ആരുമല്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുണ്ട്. ഇവർക്കൊക്കെ ഈ ഉണ്ണിയെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൺ ദ സെയിം ടൈം പീപ്പിൾ ലൈക്ക് JB ആൻഡ് ലൈക്ക് എനി അതർ കോണ്ടന്റ് ക്രിയേറ്റർ, അവർക്കൊക്കെ അവരുടെ അഭിപ്രായം പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഇതിലെങ്ങനെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു മാളികപ്പുറം റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റിന്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ട് പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് സായിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷെ ഇതിലെന്തോ JBയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഞാൻ ഇതിൽ കണ്ടില്ല, ഒറ്റ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, ഉണ്ണി പറയുന്നത് എങ്ങനെയാണ്, ദിസ് മാൻ ഹാസ് നോ ഐഡിയ വാട്ട് ജയ്, അതായത് ഈ വ്യക്തിക്ക് ജയ് ഗണേഷ് എന്താ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ, ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ വായിച്ചോളൂ. ഇയാൾക്ക് ജയ് ഗണേഷ് എന്ന് പറഞ്ഞ മൂവി എന്താണെന്നുള്ളത് അറിയില്ല. പുള്ളി trying hard to convince people that every movie that is coming out is nothing more than a stepping stone for my so-called political debut. അതായത് ഉണ്ണിയുടെ പൊളിറ്റിക്കൽ ഡെബ്യൂ വരുന്നത്, പൊളിറ്റിക്സിലേക്ക് ഉണ്ണി ഇറങ്ങുന്നതിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട്, അതായത് ഒരു നാഴികക്കല്ല അല്ലെങ്കിൽ അങ്ങനെ പറയാം ആയിട്ട് ഓരോ ഉണ്ണി ഇറക്കുന്ന ഇതുപോലുള്ള ജയ് ഗണേഷ് പോലത്തെ ഓരോ മൂവീസിനെയും അങ്ങനെ ആക്കി തീർക്കുന്ന രീതിയിലുള്ള ഒരു yet another വീഡിയോ. ഓക്കെ, പിന്നെ യൂട്യൂബ് നിങ്ങൾക്ക് പേ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പിന്നെ ഒരു കാര്യം പറഞ്ഞു, April 1 ഏപ്രിൽ ഫൂൾസ് ഡേ ആണ്, നിനക്ക് April 11 ആയിരിക്കും ഏപ്രിൽ ഫൂൾസ് ഡേ. കാരണം എന്താ വെച്ചാൽ ജയ് ഗണേഷ് കാണുന്ന സമയത്ത് ഇതൊന്നും അല്ല ആ പടം എന്നുള്ളത് നിനക്ക് മനസ്സിലാവും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എൻജോയ് ഹിസ് കോണ്ടന്റ്, ഐ ജെന്യുവൻലി വോണ്ട് യു ടു സർവൈവ് ഓൺ. നിങ്ങൾക്കൊക്കെ ഈ ജയ് ഗണേഷ് പോലത്തുള്ള കോണ്ടന്റ്സ് വെച്ചിട്ട് സർവൈവ് ചെയ്യട്ടെ. ഇതെന്താണെന്നറിയോ, അത് ഞാൻ പറഞ്ഞേക്കോ, ഏത് രീതിയിലാണ് കോണ്ടന്റ് ക്രിയേറ്റ്, ഏത് രീതിയിലാണ് മൂവി നിർമ്മിക്കേണ്ടത്, അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ വരും. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അതിനുള്ള ഒരു സ്പേസ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. ഞാൻ ആരെയും സൈഡ് ചെയ്ത് പറയില്ല. JB വിൽ ഹാവ് ഹിസ് ഓൺ എക്സ്പ്ലനേഷൻസ്. പക്ഷെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മാളികപ്പുറത്തിന് സിറ്റുവേഷൻ വന്ന സമയത്തും അതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വെറുതെ ഫ്രീ പ്രൊമോഷൻസ് രണ്ട് രീതിയിലും. ഓക്കെ, ഫ്രീ പ്രൊമോഷൻസ് ഞാൻ പറയുന്ന സമയത്ത് രണ്ട് കാര്യം പറയണം. പോസിറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇവരൊന്നുമല്ല ഈ ഫ്രീ ആയിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഉണ്ണിയുടെ കേസിൽ എസ്പെഷ്യലി കഴിഞ്ഞ പ്രാവശ്യം സീക്രട്ട് ഏജന്റിന്റെ കേസ് തന്നെ ഉണ്ടായത്. ഓരോ മൂവി ഇറങ്ങുന്ന സമയത്തും നെഗറ്റീവ് സ്ട്രോങ് ആയിട്ട് പറയുന്ന രീതിയിൽ ആൾക്കാരിലേക്ക് നെഗറ്റീവ് എത്തിച്ചു എന്നുള്ള രീതിയിൽ ഉണ്ണിക്ക് തോന്നുന്ന ആൾക്കാരെ ഉണ്ണി വളരെ സ്ട്രോങ് ആയിട്ട് 39,000 ആൾക്കാർ മാത്രം കണ്ടിട്ടുള്ളൊരു വീഡിയോ ഇനി 22 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഉണ്ണി മുകുന്ദനെ പോലുള്ള ഫോളോവേഴ്സ് ഉള്ള വ്യക്തികൾ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ഇത് തന്നെയാണ് ആ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഈ കമന്റ് ബോക്സിൽ നിന്ന് ഇത് ഉണ്ണി ഈ ഒരു സംഭവം ഷെയർ ചെയ്തു. ഞാൻ ആ JBയുടെ വീഡിയോ ജസ്റ്റ് ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ നോക്കട്ടെ, വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ ഇതിൻ്റെ കമന്റ് ബോക്സിൽ ഇതൊക്കെ FBയിലിടും, നൈറ്റ് വിളിച്ച് തെറി പറയും അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഇയാളെ പോക്കി വെറുതെ ചൊറിയാണ്. ഉണ്ണി മുകുന്ദനെ പോയി ചൊറിയുന്നുണ്ട്. ചൊറിയുന്ന സമയത്ത് തിരിച്ച് മാന്തുന്നുള്ളൊരു ആ ഒരു ക്യാരക്ടർ ആൾക്ക് ഉള്ളതുകൊണ്ടാണ് ആൾ പോയി ചൊറിയുന്ന ആൾക്കാർ. ആൾക്ക് അറിയാം ഈ രീതിയിൽ നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാലാണ് ഉണ്ണി റെസ്പോണ്ട് ചെയ്യാം. ഇങ്ങനെയാണ്, നേരിട്ട് കിട്ടിയ 2 എണ്ണം കൊടുക്കാനും മടി കാണിക്കില്ല. ഓക്കെ, അത് JBനെ നേരിട്ട് കിട്ടിയാൽ 2 എണ്ണം കൊടുക്കാൻ മടി കാണിക്കില്ല. ബ്രോ യു മേ സ്പീക്ക് തിങ്സ് ഫോർ ഫൺ, ഐ ഡോണ്ട്. നീ ചിലപ്പോൾ തമാശയ്ക്ക് കാര്യങ്ങൾ പറയുമായിരിക്കാം, ഞാൻ അങ്ങനെ തമാശയ്ക്ക് പറയാറില്ല. ഈ ബുള്ളിയിങ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്തോ. യു മേ ലോഫ് ഓഫ് ജോക്സ് മെയ്ഡ് ഓൺ യുവർ പാരൻസ് ബട്ട് ഐ ഡോണ്ട്. അതായത് അത് പഴയ കേസ് റെഫർ ചെയ്ത് പറയുന്നത്, എൻ്റെ അച്ഛന്മാരെ പറ്റി പേരൻസിനെ പറ്റി ജോക്സ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നീ ചിരിക്കുമായിരിക്കാം, ഞാൻ ചിരിക്കില്ല.
ഓക്കെ, ഞാൻ എൻ്റെ വഴി ഞാൻ പിന്നെ ചൂസ് ചെയ്തോളാം, ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കുന്നില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ജയഗണേഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ കാണണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ജയ്ബിയുടെ വീഡിയോ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, കാരണം ചെറിയൊരു പോർഷൻ എന്താണ് ഇത് അറിയാത്തവർക്ക്. ഓക്കെ, എന്നിട്ട് പിന്നീട് ഞാൻ എൻ്റെ ഫോണിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി, അപ്പോഴാണ് മറ്റൊരു സംഭവം കണ്ടത്. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. ജയ് ഗണേഷിന്റെ ടീസർ വന്നിരിക്കുന്നു. ഞാൻ അവനെ ഒന്നുകൂടെ ഇങ്ങനെ നോക്കി ചിരിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൻ ഒറ്റ കലിപ്പ് എന്നോട്, ചുമ്മാ അനാവശ്യം പറയല്ലേ അണ്ണാ, നിങ്ങൾ ചുമ്മാ ഓവറാകുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കലിപ്പ്. ഞാൻ പറഞ്ഞടാ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഇത് ഞങ്ങൾ പ്രൊമോഷന് വേണ്ടി ചെയ്തതെന്നായിരിക്കും നിങ്ങൾ പറയാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞടാ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ മൊത്തത്തിലൊരു പറച്ചിലുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങൾ ഇങ്ങോട്ട് ഒപ്പിക്കും, അത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ കൂടെ ഒരു സിനിമ വരും, അത് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സംശയിക്കും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നീ എന്തിനാണ് പറയുന്നേ, ഇത് ഞാൻ വിചാരിച്ചു പോലും ഇല്ല, എന്തൊരു കഷ്ടമാണ്. രണ്ടും കൂടി നാളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജയ്ബി ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ജയ്ബി ഈ പറഞ്ഞ എന്താ പറയുക ഗണപതി ഹോമം നടന്നതും BJPയും മതം പ്ലസ് രാഷ്ട്രീയം പ്ലസ് ഉണ്ണി മുകുന്ദന്റെ പൊളിറ്റിക്കൽ ഡെബ്യൂ. ഓക്കെ, ഇത് റിലേറ്റഡ് കണക്ട് ചെയ്തു കറക്റ്റായിട്ട് നല്ലൊരു വീഡിയോ ആണത്. കണ്ട ആൾക്കാർക്ക് നല്ല വീഡിയോ ഇൻ ദ സെൻസ് അത് ആ ഒരു ടൈപ്പായിട്ട് ചിന്തിക്കുന്നവർക്ക് കറക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഒരു വീഡിയോനാണ്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി റെസ്പോണ്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര പ്രാവശ്യം ഓരോരുത്തർ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ സംശയം തോന്നുന്നു. ഓക്കെ, എൻ്റെ ഒരു സംശയം കേട്ടോ. ഒന്ന്, ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ സാധാരണക്കാരനായിട്ട് വന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ ചർച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ദേഷ്യം വരാം. ഓക്കെ, ബട്ട് യു ആർ നോട്ട് സാധാരണക്കാരൻ എനിമോർ. നിങ്ങളൊരു സാധാരണക്കാരനല്ല ഇനി. ഓക്കെ, നിങ്ങൾ വേറെ ലീഗായി മാറി. ഓക്കെ, ആൾക്കാരുടെ ഇതിൽ ഒരുപക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോഴും പഴയ പോലെ ചിന്തിക്കുന്നതായിരിക്കാം. രണ്ടാമത്തെ കാര്യങ്ങൾ, ഇതുപോലുള്ള മൂവീസ് ഇറങ്ങുന്ന സമയത്ത് മാത്രം ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്യുന്നത് മൂവി പ്രൊമോഷനാണോ, ഇത് സിനിമയ്ക്കുള്ള പ്രൊമോഷനാണോ? എനിക്ക് അങ്ങനെയും കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രം കാണേണ്ട വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് കണ്ടു. അപ്പോൾ ഇത് ഇൻഡയറക്ട്ലി അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നു. ജയ്ബിക്കൊരു പ്രൊമോഷനായി ഇത്രയധികം ആൾക്കാർ കണ്ടു. അതിൽ ഒരുപാട് പേര് ഈ ഐഡിയോളജി ഉള്ളവരുണ്ടായിരിക്കാം, അവർ കയറി ഫോളോ ചെയ്യുന്നു. ദിസ് വിൽ മേക്ക് ഹിം ഡു മോർ കോണ്ടന്റ്സ് വിച്ച് ഇസ് ഗുഡ് ഫോർ ഹിം അല്ലേ. അത് കണക്റ്റഡ് ആയിട്ട് വേറെ കോണ്ടന്റ് വരുന്നു, ഇനി അതിന് കൂടുതൽ ഡിസ്കഷൻ വരും. അപ്പോൾ ഇൻഡയറക്ട്ലി ഇത് മൂവിക്കൊരു പ്രൊമോഷനാണ്. ജയ ഗണേഷ് പറഞ്ഞിട്ടുള്ള മൂവിക്കാണ് പ്രൊമോഷനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ആവും. ഇതിപ്പോൾ JB പറയും, JB ഇതിന് റിപ്ലൈ ആയിട്ട് വരും ഡെഫിനറ്റ്ലി. എന്നെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്യും. അങ്ങനെ ജയ ഗണേഷ് വിൽ ബി എ പാർട്ട് ഓഫ് ഡിസ്കഷൻ ഇൻ ദ കമ്മിങ് മന്ത്സ്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ജയ ഗണേഷിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ അത് ഇൻ ടേൺ ആ മൂവിക്ക് ഒരു പ്രൊമോഷനായി. 11th പടം ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഈ ഒരു പടം ഇതുപോലുള്ള സംഗതികളിൽ ചർച്ചയായി വരുന്നു. ഓക്കെ, അല്ലാതെ ഇത് JB എനിക്കറിയാം, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഗൈ വിൽ ഹാവ് എ കണക്ഷൻ ഇൻ പ്രൊമോട്ടിങ് ദിസ് ഫിലിം. ഉള്ളി അതൊന്നും ചെയ്യില്ല. പക്ഷെ ആളുടെ വ്യൂസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ആളാണ്. ആൻഡ് അത് ഞാൻ പറഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്, എന്ത് വ്യൂസ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് അതാ പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ്റെ പൊളിറ്റിക്കൽ ഇത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളുടെ അല്ലാതെ എനിക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലാതെ നമ്മുടെ ആ ഒരു ചിന്തയല്ല. ഓക്കെ, പക്ഷെ എന്നിട്ടും എനിക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണ്. കാരണം ഇതൊരു ഉണ്ണി മുകുന്ദൻ ഇസ് എൻ ആക്ടർ. ഓക്കെ, ഞാൻ അതിൽ കാണുന്നു. അങ്ങനെയല്ല അയാളെ അറിയുന്ന എല്ലാവരും, അല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യനായിട്ടല്ലല്ലോ അറിയുന്നത്. ഉണ്ണീനെ എല്ലാവരും അറിയുന്നത് ഒരു ആക്ടറായിട്ടാണ്. അയാൾ ആക്ട് ചെയ്യുന്ന സിനിമകൾ നല്ലതാണെങ്കിൽ കാണുക, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. KL10 എന്നൊരു പടം ഉണ്ണി ചെയ്തു. KL10 മലപ്പുറത്തിൻ്റെ സിനിമയാണ്, നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ കുറിച്ചൊരു ഒരു പടം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇഷ്ടപ്പെടും. കാരണം അന്ന് ഇത്ര അധികം പടങ്ങളൊന്നും മലപ്പുറത്തിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. അപ്പോൾ മലപ്പുറത്തിനെ കുറിച്ചൊരു പടം KL10 പടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് വട്ടം കണ്ട പടം. എനിക്കാണെന്ന് വെച്ചാൽ നമുക്ക് ആ ആക്സെൻ്റ് ഒക്കെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലൊരു പടം ചെയ്ത വ്യക്തിയാണ് ഉണ്ണി. പിന്നെ ഷഫീഖിൻ്റെ സന്തോഷം അല്ലേ, വോട്ട് എവർ. ഓക്കെ, അപ്പോൾ അത് പറയല്ല. അത് ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും വായ മൂടി കെട്ടാൻ പറ്റില്ല. അങ്ങനെ പറയുന്നവർ എന്തൊക്കെ ആൾക്കാർ പറയുന്നതായിരിക്കും. ഇതിലേറെ കൂടുതൽ ഓരോ അപരാധങ്ങൾ ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഓരോരുത്തരും എടുത്തിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടേണ്ടി വരില്ലേ? ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇടുക.
പോസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാ ഞാൻ പറയണത്, എനിക്ക് പിന്നീട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച സംഗതി ഇപ്പോൾ വീണ്ടും പറയുകയാണ്. ഇത് വീണ്ടും ഇത് പടത്തിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് അവർ ചെയ്ത വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടാണല്ലോ. പക്ഷേ ആവശ്യമില്ലാത്ത കാരണം വെച്ചാൽ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് വെറുതെ പഴയ കാര്യം എല്ലാം കൂടി എടുത്തിട്ട് ചർച്ചകൾ മാത്രമാണ്. എനിവേയ്സ്, ഇഫ് ദാറ്റ് ഇസ് ദ സ്ട്രാറ്റജി, തിങ്സ് ആർ വർക്കിംഗ് ഔട്ട് വെരി ഫൈൻ. അതല്ല നമ്മൾ സാധാരണക്കാരനെ പോലെ ചിന്തിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സമാധാനമൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് 2 മറുപടിയൊക്കെ കൊടുത്ത ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മിണ്ടാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കെന്ന് വെച്ചാൽ 2 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. ചില സമയത്തുണ്ടല്ലോ നമുക്കിങ്ങനെ മുണ്ടായിരിക്കുമ്പോൾ അവന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ഈ ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ അല്ലെങ്കിൽ വ്യക്തിനെ അല്ലെങ്കിൽ ആ കാര്യത്തിന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും മറുപടി അതിന് കൊടുക്കും. ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്താ ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ എന്താണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അടുത്തൊരു കോണ്ടന്റാണ് ഈ പറഞ്ഞ പോലെ സോ കോൾഡ് അരിവേടിക്കൽ ആൻഡ് ദി അതർ തിങ്സ് യുനോ. അതിന് നല്ലൊരു ടോപ്പിക്ക് പുതുതായിട്ട് വന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.